അല്ല, 10-20 വർഷമായല്ലോ. മരിക്കുന്നത് വരെ പിന്നെ നമ്മൾ സ്ഥാനത്തിരിക്കാമെന്ന് നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അസംബ്ലിയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ കിടന്ന് മരിക്കാമെന്നും നമ്മളാർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പറയുന്നത് നമ്മൾ പ്രാവർത്തികമാക്കണം. പലരും എന്താ ചെയ്യാറെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നത് വരെ എല്ലാവരും പറയും. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ലോകാവസാനം വരെ ഇത് തനിക്ക് വേണമെന്ന് വാദിക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് ഘോര സമരവും ചെയ്യുകയും ചെയ്യും. പുതിയ ആളുകൾ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ്? അല്ല റിലാക്സ് ആവുമ്പോൾ നമുക്ക് റിലാക്സ് മൂഡിൽ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ പിന്നെ ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു 12-13 വർഷക്കാലം. അത് കഴിഞ്ഞ് 20 വർഷം ഈ 2026 പൂർത്തിയാവുമ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയിലും നമ്മൾ പ്രവർത്തിച്ചു. ഇനി അധികാരമില്ലാത്ത ഒരു ജനസേവന പ്രവർത്തനവും പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും അതാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് യാത്ര ചെയ്യണം. ആ യാത്രയിൽ കണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് സമൂഹത്തോട് പറയണം. അതിൻ്റെ ഒരു ഇതുകൂടിയാണ് ഞാൻ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന എൻ്റെ ഒരു പുസ്തകം. സജീവ രാഷ്ട്രീയം വിടുന്നു എന്ന് പറയുമ്പോൾ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേര്. സാധാരണ ആരും ഈ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? മീഡിയ വണ്ണിലെ പ്രവർത്തകനായിട്ടുള്ള അനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ? ഗാന്ധിജി സ്വർഗത്തിൽ കടക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താവും പറ? അല്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ല. അങ്ങനെ ഉണ്ട്. എൻ്റെ അഭിപ്രായം ഇതാണ്, നിങ്ങൾക്കത് പറ്റൂല. അതായത് മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ കടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ, അല്ലേ? ആണോ? അല്ല, അങ്ങനെ ആണോ? അതെ, ഒരാളുകളുടെ അല്ല, എനിക്ക് അങ്ങനെ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ലോകത്ത് നന്മ ചെയ്ത പെങ്ങളുടെ ചാനൽ മാത്രമേ ശരിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കൂല. അല്ല, എല്ലാവരിലും ശരിയുണ്ട്. അത് ചാനലുകളുടെ കാര്യത്തിൽ മാത്രമല്ല, വിശ്വാസ ദർശനങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ് എൻ്റെ ധാരണ. അപ്പൊ ഈ പേര് തന്നെ സത്യത്തിൽ വലിയ വിവാദങ്ങൾക്ക് നാളെ തിരികൊളുത്തിയേക്കാം. ഞാൻ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. മദർ തെരേസയും മൗലാന മുഹമ്മദ് അലിയും മഹാത്മാഗാന്ധിയും AKGയും ഒക്കെ ഉള്ള സ്വർഗമാണ് എനിക്കിഷ്ടമെന്ന് എനിക്കങ്ങനെ പറയാം. അങ്ങനെ പറയുന്നത് ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ്. ഞാൻ പിന്നെ ഇസ്ലാമിനെ അതിൻ്റെ ഒരു ശരിയായ അർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് അതുകൊണ്ട് കച്ചവടം നടത്തേണ്ട കാര്യമില്ല, എനിക്ക് സ്ഥാപനങ്ങൾ നടത്തേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ, ഒരു പത്രമാധ്യമ സ്ഥാപനം നടത്തേണ്ട കാര്യമില്ല, മതത്തിൻ്റെ ഒരു പിന്നെ പശ്ചാത്തലം മുറുകെ പിടിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് പറയാം, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് തന്നെ, ഈ പേര് തന്നെ ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഓരോരുത്തരും വിശ്വസിക്കുകയാണ് അവരവർ മാത്രമേ ശരിയുള്ളൂ. ഇവിടെ ശരിക്കും വർഗീയത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ പഠിപ്പിക്കലുകൊണ്ടാണ്. ക്രിസ്ത്യാനികൾ പറയുന്നു ക്രിസ്ത്യാനികൾ മാത്രമേ സ്വർഗത്ത് കടക്കൂ, മുസ്ലിങ്ങൾ പറയുന്നു മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്ത് കടക്കൂ, സനാതനധർമ്മം പുലർത്തിയവർക്ക് മാത്രമേ മോക്ഷപ്രാപ്തി ഉണ്ടാകൂ എന്നാര് പറയുന്നു? ഹിന്ദുക്കൾ പറയും. അവനവൻ്റെ മതക്കാരല്ലാത്ത എല്ലാവർക്കും ഏറ്റവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാനമെന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ? പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ ഇവിടെ മന്ത്രിയാവലോ MLA ആവലോ മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ ആവലോ ഒന്നുമല്ല. നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം എന്താ? സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. ആ സ്വർഗത്തിൽ നന്മ ചെയ്ത മുഴുവൻ മനുഷ്യരും ഉണ്ടാവും. ഞാൻ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ഏത് മതക്കാരനാണെങ്കിലും ശരി. അതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവന്നല്ലാതെ ഇന്നിവിടെ നിലനിൽക്കുന്ന ഈ ഒരു ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയുന്ന ആ ഒരു ധാരണ എന്നില്ലാതാകുന്നു. അന്ന് ഇവിടെ യഥാർത്ഥത്തിലുള്ള സെക്യുലറിസം പുലരും. ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്തരം ധാരണകൾക്കാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഈ പുസ്തക പ്രകാശനത്തിന് ശേഷം അങ്ങയുടെ ഒരു വെളിപ്പെടുത്തലുണ്ടല്ലോ. ഇപ്പോൾ PV അൻവറിന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയെയും മുന്നണിയൊക്കെ വലിയ പ്രതിസന്ധിയിലായിരിക്കും. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ പാർലമെന്ററി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എനിക്കിനി താല്പര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. എനിക്കൊരു ബോർഡ് ചെയർമാൻ പോലും ഇനി ആവണ്ട എൻ്റെ ജീവിതത്തിൽ. അപ്പം അങ്ങനെ പറയുന്ന ഒരാൾ എനിക്ക് ആരോടും യാതൊരു ബാധ്യതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയോട് ഉണ്ടാവേണ്ട കാര്യമില്ല, CPIM-നോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ലീഗിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, കോൺഗ്രസിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, BJP-യോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരാളോടും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നിലപാടുകളാണ് ഞാൻ പറയുക, എൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ 4:30 മണിക്ക്
വെളിപ്പെടുത്തുക. പി വി അൻവറിൻ്റെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ചില അഭിപ്രായങ്ങളോട് ശക്തമായ വിയോജിപ്പുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അത് നേരത്തെ പറഞ്ഞ പാർട്ടിയോട് പ്രതിബദ്ധതയില്ലെങ്കിൽ അങ്ങനെ ഒരു തുറന്ന മനസ്സിലായിരിക്കും ഉണ്ടാവുന്നത്. അല്ല, പാർട്ടിയോട് മാത്രമല്ല, എനിക്ക് ഒരാളോടും പ്രതിബദ്ധതയില്ല. ഇപ്പോൾ മീഡിയ വണ്ണിനോട് എനിക്ക് പ്രതിബദ്ധതയില്ല, ജമാഅത്തെ ഇസ്ലാമിയോട് പ്രതിബദ്ധതയില്ല, മറ്റൊരു മതസംഘടനയോടും എനിക്ക് പ്രതിബദ്ധതയില്ല. അതുപോലെ CPIM-നോടും എനിക്ക് പ്രതിബദ്ധതയില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇനി മേലിൽ ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുക അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ട് എന്ന് വരുമ്പോഴാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ 4:30 മണിക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. നേരത്തെ ഈ പി വി അൻവറുമായി വിഷയത്തിൽ ADGP വരെയുള്ള കാര്യങ്ങളെ അദ്ദേഹത്തോട് യോജിക്കുന്നു പറഞ്ഞു. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇന്ന് തുറന്നു പറയുന്നു. അതെ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ ഞാൻ യോജിക്കുകയാണോ വിയോജിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് പറയും. CPM സഹയാത്രികനായി തന്നെ തുടരുന്നു. CPIM സഹയാത്രികനായി തുടരാനാണ് എൻ്റെ ആഗ്രഹം. പാർട്ടി പറയുന്നത് വരെ, പാർട്ടി എന്നോട് ആവശ്യപ്പെടുന്നത് വരെ എൻ്റെ സേവനം ഞാൻ കൊടുക്കും. ഞാൻ എവിടെയും ഇടിച്ചു കയറി ചെന്നിട്ട് എൻ്റെ സേവനം കൊടുത്തിട്ടില്ല, ആർക്കും നൽകിയിട്ടില്ല, ഇനിയും അത് നൽകൂല. അങ്ങനെ ഒരു ഘട്ടത്തിലേ അൻവർ ഇപ്പോൾ പുതിയൊരു രീതിയിലേക്ക് മാറുമ്പോൾ അൻവറിനെ പിന്തുണച്ചുകൂടെ ഉണ്ടാവും. അൻവറിനെ പിന്തുണക്കുന്ന കാര്യമൊന്നും ഞാൻ ആലോചിച്ചിട്ട് തന്നെ ഇല്ല. ഞാൻ പറഞ്ഞത് അൻവറിൻ്റെ ചില അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളോടാണ്, ആ അഭിപ്രായങ്ങൾ സംബന്ധിച്ചാണല്ലോ എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. നമുക്ക് വൈകുന്നേരം കാണാം.